ഇടതു വലതു മുന്നണികളിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആദ്യ മന്ത്രി എന്ന ചരിത്രം കൂടി സ്വന്തം പേരിൽ എഴുതി ചേർക്കുകയാണ് നിയുക്ത ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. 2 തവണ യു.ഡി.എഫിന്റെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ ഇത്തവണ ഇടതു മന്ത്രിസഭയിൽ ഒപ്പം ചേർക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും ലക്ഷ്യങ്ങളും പലതാണ്. കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള കൊമ്പനായ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്ന ലേബലിലായിരുന്നു കെ.ബി. ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രവേശനം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയിലെ പ്രകാശ് ബാബുവിനെ മലർത്തിയടിച്ചാണ് UDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്നും ഗണേഷ് ആദ്യം നിയമസഭയിലെത്തിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ കീഴൂട്ട് കൊച്ചുപിള്ളയുടെ തേരോട്ടമായിരുന്നു. ഗണേഷിനെ പത്തനാപുരവും പത്തനാപുരത്തിനെ ഗണേഷും കൈവെള്ളയിൽ തന്നെ കരുതി. എതിരാളികൾക്കെതിരെ മൃഗീയ ഭൂരിപക്ഷവുമായി ഓരോ തവണയും ഗണേഷ് മുന്നേറ്റം തുടർന്നു. 2006 മുതൽ 2021 വരെ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായ ജയം. 2 തവണ ക്യാബിനറ്റ് മന്ത്രി. 2001 A.K. ആന്റണി നയിച്ച UDF മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് 2003 പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാകാൻ വേണ്ടിയായിരുന്നു രാജിവെച്ചത്. പിന്നീട് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി മന്ത്രിയുമായി. ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായ ഗണേഷ് കുമാറിനെ 2ാം പിണറായി മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചെങ്കിലും കുടുംബത്തിൽ നിന്നു തന്നെ ചിലർ പാലം വലിച്ചതോടെ കപ്പിനും ചുണ്ടിനുമിടയിലാണ് അന്ന് മന്ത്രിസ്ഥാനം നഷ്ടമായത്. ഒടുവിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി 3ാം തവണയും ഗണേഷ് മന്ത്രിയാകുമ്പോൾ അച്ഛൻ ഭരിച്ചതും ആദ്യം ലഭിച്ചതുമായ ഇഷ്ടവകുപ്പ് തന്നെ കയ്യിലായിരിക്കുന്നു. KSRTCയുടെ സുവർണകാലവും ഗണേഷ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത നാളുകളിലായിരുന്നു. കട്ടപ്പുറത്ത് കടം കയറിയിരിക്കുന്ന KSRTCയെ ഗണേഷ് കുമാറിലൂടെ വീണ്ടും ലാഭത്തിലാക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ വകുപ്പ് ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കാൻ പിണറായിയെ പ്രേരിപ്പിച്ചതെന്നും വ്യക്തം. ഇടഞ്ഞു നിൽക്കുന്ന NSSനെ ഗണേഷിലൂടെ കൂടെ നിർത്താമെന്ന ഇടത് തന്ത്രവും ഗണേഷിന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ LDF ലക്ഷ്യമിടുന്നുണ്ട്. സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.